ന്യായാധിപന്മാർ 4 അധ്യായം 1 മുതൽ 24 വരെയുള്ള വാക്യങ്ങൾ. ദബോറയും ബറാക്കും. യഹൂദിന് ശേഷം ഇസ്രായേൽ വീണ്ടും കർത്താവിന്റെ മുമ്പിൽ തിന്മ ചെയ്തു. കർത്താവ് അവരെ ഹസോർ ഭരിച്ചിരുന്ന കാനാൻ രാജാവായ യാബിന് വിട്ടുകൊടുത്തു. ഹറോഷത്ത് എഗോയിമിൽ വസിച്ചിരുന്ന സിസേറയായിരുന്നു അവന്റെ സേനാപതി. അവന് 900 ഇരുമ്പ് രഥങ്ങളുണ്ടായിരുന്നു. അവൻ ഇസ്രായേൽ ജനത്തെ 20 വർഷം ക്രൂരമായി പീഡിപ്പിച്ചു. അപ്പോൾ അവൻ കർത്താവിനോട് സഹായത്തിന് നിലവിളിച്ചു. അന്ന് ലപ്പീദോത്തിന്റെ ഭാര്യയായ ദബോറ പ്രവാചികയാണ് ഇസ്രായേലിൽ ന്യായപാലനം നടത്തിയിരുന്നത്. അവൾ എഫ്രൈം മലനാട്ടിൽ റാമയ്ക്കും ബഥേലിനും ഇടയ്ക്കുള്ള ദബോറായുടെ ഈന്തപ്പനയുടെ കീഴിൽ ഇരിക്കുക പതിവായിരുന്നു. ഇസ്രായേൽ ജനം വിധി തീർപ്പിനു വേണ്ടി അവളെ സമീപിച്ചിരുന്നു. അവൾ അബിനോവാമിന്റെ മകനായ ബാറാക്കിനെ നഫ്താലിയിലെ കുശേദിൽ നിന്ന് ആളയച്ച് വരുത്തി പറഞ്ഞു. ഇസ്രായേലിന്റെ ദൈവമായ കർത്താവ് നിന്നോട് ആജ്ഞാപിക്കുന്നു, നീ നഫ്താലിയുടെയും സെബൂലൂണിന്റെയും ഗോത്രങ്ങളിൽ നിന്ന് 10,000 പേരെ തബോർ മലയിൽ അണി നിർത്തുക. രഥങ്ങളോടും സൈന്യങ്ങളോടും കൂടി യാവിന്റെ സേനാപതി സീസറെ കീഷാൻ നദിയുടെ സമീപത്ത് വെച്ച് നിന്നെ എതിർക്കാൻ ഞാൻ ഇടയാക്കും. ഞാൻ അവനെ നിന്റെ കയ്യിൽ ഏൽപ്പിച്ചു തരും. ബറാക്ക് അവളോട് പറഞ്ഞു, നീ എന്നോട് കൂടി വന്നാൽ ഞാൻ പോകാം, ഇല്ലെങ്കിൽ ഞാൻ പോകുകയില്ല. അപ്പോൾ അവൾ പറഞ്ഞു, ഞാൻ തീർച്ചയായും നിന്നോട് കൂടി പോരാം, പക്ഷേ നിന്റെ ഈ വഴി നിന്നെ മതത്തിലേക്ക് എത്തിക്കുകയില്ല. കർത്താവ് സിസേറയെ ഒരു സ്ത്രീയുടെ കയ്യിൽ ഏൽപ്പിച്ചു. പിന്നീട് ദബറ എഴുന്നേറ്റ് ബറാക്കിനോട് കൂടെ കെഷേദിലേക്ക് പോയി. ബറാക്ക് സെബൂലൂണിനെയും നഫ്തലിനെയും കെദേശിൽ വിളിച്ചുകൂട്ടി. 10,000 പടയാളികൾ അവന്റെ പിന്നിൽ അണിഞ്ഞിരുന്നു. ദബോറയും അവന്റെ കൂടെ പോയി. കേന്യനായ ഹെബേർ മോശയുടെ അമ്മായപ്പനായ ഹോബാബിന്റെ വംശജരായ കേന്യരെ വിട്ടുപോന്ന് കെദേശത്തിനടുത്ത് സനാനിമിലെ ഓക്കുമരത്തിന് സമീപം പാളയം അടിച്ചു. അബിനോവാമിന്റെ മകനായ ബറാക്ക് താബോൻ മലയിലേക്ക് നീങ്ങിയിരിക്കുന്നുവെന്ന് സിസറ കേട്ടു. അവൻ തന്റെ 900 ഇരുമ്പ് രഥങ്ങളും അതിനോടൊപ്പം ഹറോഷെഫൈ മുതൽ കിഷോൺ നദി വരെയുള്ള പ്രദേശങ്ങളിൽ നിന്ന് തന്റെ പക്ഷത്തുള്ള എല്ലാവരെയും ഒന്നിച്ചു കൂട്ടി. ദബോറ ബറാക്കിനോട് പറഞ്ഞു, മുന്നേറുക, കർത്താവ് സിസേറയെ നിന്റെ കയ്യിലേൽപ്പിക്കുന്ന ദിവസമാണിത്. നിന്നെ നയിക്കുന്നത് കർത്താവല്ലേ. അപ്പോൾ ബറാക്ക് നിന്നോട് കൂടി 10,000 പേരോടൊപ്പം തബോർ മലയിൽ നിന്ന് താഴേക്ക് ഇറങ്ങി. കർത്താവ് സിസേറയെയും അവന്റെ രഥങ്ങളെയും സൈന്യങ്ങളെയും ബറാക്കിന്റെ മുന്നിൽ വെച്ച് വാൾമുനയാൽ ചിതറിച്ചു. സിസേറ രഥത്തിൽ നിന്നിറങ്ങി പലായനം ചെയ്ത് ബറാക്ക് രഥങ്ങളെയും സൈന്യങ്ങളെയും ഹറോഷെ ഹഗോയും വരെ അനുധാവനം ചെയ്തു. സിസേറയുടെ സൈന്യം മുഴുവൻ വാളിനിരയായി, ഒരുവൻ പോലും അവശേഷിച്ചില്ല. സിസേറ കേന്യനായ ഹെബറിന്റെ ഭാര്യ ജയേലിന്റെ കൂടാരത്തിൽ അഭയം പ്രാപിച്ചു. കാരണം അക്കാലത്ത് ഹസോർ രാജാവായ യബീൻ കേനാന്യ ഹെബറിന്റെ കുടുംബമായി സൗഹൃദത്തിലായിരുന്നു. ജായേൽ സിസേറിയെ സ്വീകരിക്കാൻ വന്നു. അവൾ പറഞ്ഞു, ഉള്ളിലേക്ക് വരൂ പ്രഭു, എന്നോട് കൂടി അകത്തേക്ക് വരൂ, ഭയപ്പെടേണ്ട. ഞാൻ അവളുടെ കൂടാരത്തിൽ പ്രവേശിച്ചു. അവൾ അവനെ ഒരു കരിപ്പിടം കൊണ്ട് മൂടി. അവൾ അവനോട് പറഞ്ഞു, എനിക്ക് ദാഹിക്കുന്നു, ഒരൽപ്പം വെള്ളം തരിക. അവൾ തോൽക്കുടം തുറന്ന് അവന് കുടിക്കാൻ പാൽ കൊടുത്തു. വീണ്ടും അവനെ പുതപ്പിച്ചു. അവൻ അവളോട് പറഞ്ഞു, കൂടാരത്തിന്റെ വാതിൽക്കൽ നിൽക്കുക, ആരെങ്കിലും വന്ന് അന്വേഷിച്ചാൽ അവിടെ ആരുമില്ലെന്ന് പറയണം. എന്നാൽ ഹെബറിന്റെ ഭാര്യ ജയോൽ കൂടാരത്തിന്റെ ഒരു മരയാപ്പണിയും ചുറ്റികയും എടുത്ത് സാവധാനം അവന്റെ അടുത്ത് ചെന്നു. അവൻ ക്ഷീണിച്ചുറങ്ങിക്കിടക്കെ ആണി അവന്റെ ചെന്നിയിൽ തറച്ചു. അത് നിലത്തിറങ്ങോളം അടിച്ചു കയറ്റി. അങ്ങനെ അവൻ മരിച്ചു. ബറാക്ക് സിസേറയെ പിന്തുടർന്ന് വന്നപ്പോൾ ജായേൽ അവനെ സ്വീകരിക്കാൻ വന്നു. അവൾ അവനോട് പറഞ്ഞു, വരിക, ഈ അന്വേഷിക്കുന്ന മനുഷ്യനെ ഞാൻ കാണിച്ചു തരാം. അവനോട് കൂടാരത്തിൽ പ്രവേശിച്ചു. സിസേറ ചെന്നിയിൽ മരയാണി തറച്ചു. മരിച്ചു കിടക്കുന്നത് കണ്ടു. അങ്ങനെ ആ ദിവസം കാനാൻ രാജാവായ യാബിനെ ദൈവം ഇസ്രായേൽ ജനതയ്ക്ക് കീഴ്പ്പെടുത്തി. കാനാൻ രാജാവായ യാബിന് നിശേഷം നശിക്കുന്നതുവരെ ഇസ്രായേൽ ജനം അവനെ മേൽക്കുമേൽ പീഡിപ്പിച്ചുകൊണ്ടിരുന്നു. ദൈവജനമാണ് നാം കേട്ടത്. നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ക്രിസ്തുവിനെ സ്തുതി.